BJPയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് ഉണ്ടായെന്ന് പറയുന്ന 40 സീറ്റിൽ നിന്ന് 49 സീറ്റിലേക്ക് വളർന്നു എന്നുള്ളതാണ്. അത് അവിടെ CPMനകത്ത് വന്നിട്ടുള്ള വളരെ നല്ല രീതിയിൽ അടിയൊഴുക്ക് BJPക്ക് അനുകൂലമായുണ്ടായി. അത് ബോധപൂർവമാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. ആ രീതിയിൽ വന്നൊരു നേട്ടത്തിനപ്പുറത്ത് കേരളത്തിൽ മുഴുവൻ കാസർഗോഡ്, തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ അക്കൗണ്ട് തുറക്കുമെന്നുള്ള പ്രഖ്യാപനത്തിനപ്പുറത്ത് അക്കൗണ്ടും തുറക്കാൻ BJPക്ക് കഴിയില്ല. അല്ല, ഏത് അന്തർധാര ഉണ്ടായിക്കഴിഞ്ഞാലും CPMനെ രക്ഷപ്പെടുത്താൻ BJPക്ക് ആവില്ല. കാരണം CPMനകത്തുള്ളവർ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ അത് UDFന് കുറേ എളുപ്പമാകും കാര്യങ്ങളെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. KPCCയുടെ ലീഡർഷിപ്പ് സബ്മിറ്റ് വയനാട്ടിൽ തുടങ്ങുകയാണ് ലക്ഷ്യ. ഇപ്പോൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം UDFനുണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു ക്യാമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി 2024 പാർട്ടിയെ സംഘടനാപരമായിട്ട് ഒരുക്കുന്നതിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ തീരുമാനിച്ച ഒരു ക്യാമ്പ് നടന്നത് ഇവിടെ വെച്ചാണ്. അന്നത്തെ ക്യാമ്പിനകത്ത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നിർദ്ദേശങ്ങളുണ്ടായി. ആ നിർദ്ദേശങ്ങളൊക്കെ ക്രോഡീകരിച്ചാണ് KPCC 2025 മിഷൻ 2025 രൂപം കൊടുത്തത്. അപ്പോൾ സംഘടനാപരമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി കോർപ്പറേഷനുകൾ ഉൾപ്പെടെ, നഗരസഭ ഉൾപ്പെടെ, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയൊക്കെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ രൂപം നൽകുകയും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് ഈ ഒരു ക്യാമ്പിൽ, കഴിഞ്ഞ ആ ഒരു ക്യാമ്പിൽ നിന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 2-3 മാസക്കാലം വളരെ നിർണായകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെൻറ് ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ജനങ്ങളുടെ ഒരു വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസിനെ സംഘടനാപരമായി ഒരുക്കുന്നതിലും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ കാണണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നും നാളെയുമായി ഇരുന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അടിസ്ഥാനപരമായിട്ട് ഈ ഗവൺമെൻറ് 2026 ഇനി മുന്നോട്ട് പോകരുത് എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതോടൊപ്പം നിൽക്കുക, ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞു. അവിടെ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട്. ഇനി അതിനനുസരിച്ച് സംഘടനാ തലത്തിൽ തയ്യാറെടുക്കുക എന്നുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, UDFൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക. 2, സ്ഥാനാർത്ഥി നിർണ്ണയം എന്നുള്ളത്. സീറ്റ് വിഭജനം 10-ാം തീയതിക്കകം പൂർത്തിയാക്കുമെന്ന് VD സതീശൻ പറഞ്ഞു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ എപ്പോഴേക്ക് പൂർത്തിയാക്കാനാണ് KPCC ആലോചിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയം AICC ആണ് ചെയ്യേണ്ടത്. പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ നേരത്തെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് പൊതുവായിട്ടുള്ള ഒരു ധാരണ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതേ കാര്യം ഞങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയത് കോൺഗ്രസ്സാണ്, UDF ആണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നേരത്തെ തന്നെ ചില സ്റ്റേറ്റുകളിൽ നമുക്ക് പ്രഖ്യാപനം നടത്താൻ കഴിയും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും. പക്ഷേ ഇതിനൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ AICC ആണ് പ്രഖ്യാപിക്കേണ്ടത്. എന്നത്തേക്ക് നമുക്ക് സീറ്റ് പ്രഖ്യാപനം നടത്താൻ കഴിയുമെന്ന്. പക്ഷേ വളരെ പെട്ടെന്ന് നടത്തുക, സ്ഥാനാർത്ഥികൾ വളരെ നേരത്തെ മണ്ഡലങ്ങളിൽ പ്രവർത്തനം തുടങ്ങുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അനുസരിച്ച് നിരവധി സീറ്റുകളിൽ ഇപ്പോൾ ജയിച്ചു നിൽക്കുകയാണ് UDF. അതിപ്പോൾ നിലവിലുള്ള സീറ്റുകളല്ല, കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളാണ്. അപ്പോൾ നിലവിലുള്ള MLAമാരെ മത്സരിപ്പിച്ചുകൊണ്ടായിരിക്കുമോ മറ്റ് സീറ്റുകളിൽ ജയസാധ്യതയുള്ള ആളുകൾക്ക് വേണ്ടി അന്വേഷണം നടത്തുക? അല്ല, അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനമൊക്കെ എടുക്കേണ്ടത് AICC ആണ്. അപ്പോൾ KPCCക്ക് അതിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. ഇലക്ഷൻ കമ്മിറ്റി കൂടിക്കഴിഞ്ഞ് KPCC ആ നിർദ്ദേശങ്ങൾ AICCയുടെ മുന്നിൽ വയ്ക്കും. അപ്പോൾ ആരൊക്കെ മത്സരിക്കണം, മത്സരിക്കേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ട ഫൈനൽ ഡിസിഷൻ വരുന്നത് AICC ആയിരിക്കും. MP മാർ മത്സരിക്കുന്ന കാര്യത്തിലൊക്കെ അതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. മത്സരിക്കണോ മത്സരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ മുൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം AICC പരിശോധിച്ച് ചെയ്യുമെന്നല്ലാതെ പാർട്ടിക്കകത്ത് അതൊരു തർക്ക വിഷയമേ അല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സ്ഥാനാർത്ഥി കോമ്പിനേഷനിൽ മുതിർന്ന നേതാക്കന്മാർ മത്സരരംഗത്തേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ VM സുധീരൻ്റെ പേരൊക്കെ വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് നിഷേധിച്ചു. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേരും ഇതേപോലെ ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോൾ വടകരയിൽ മുല്ലപ്പള്ളിയുടെ നാട്ടിൽ മുല്ലപ്പള്ളി ഇനി മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് സേവ് കോൺഗ്രസിൻ്റെ പേരിലൊക്കെ പോസ്റ്റർ വരികയാണ്. അതൊക്കെ ശരിക്കും പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരു എതിർപ്പുകളാണോ സൂചിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അത്തരം കാര്യങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ആരൊക്കെ മത്സരിക്കണം, മത്സരിക്കേണ്ട എന്നുള്ളതൊക്കെ പാർട്ടി തീരുമാനിക്കാനിരിക്കുന്ന കാര്യങ്ങളുള്ളൂ. അതിനു മുമ്പായിട്ട് വരുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല. പാർട്ടിക്കകത്ത് എല്ലാ വിഭാഗം ആളുകളെയും, ചെറുപ്പക്കാരും വനിതകൾ, അതുപോലെ പാർട്ടിയിൽ പരിചയസമ്പന്നരായ ആളുകൾ എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിനകത്തുള്ളത്. സ്വാഭാവികമായും സീറ്റുകളുടെ കാര്യത്തിൽ വിജയസാധ്യത തന്നെ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയിക്കാൻ ആരാണ് നല്ലത് എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു തെറ്റുകൂടാതെ നടത്തുക എന്നുള്ളതാണ്
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ രീതിയിൽ തന്നെ ജനങ്ങൾ അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ടാവും. അതിനകത്ത് എല്ലാ വിഭാഗം ആളുകളും ഉണ്ടാവും. ഈ ആര് നയിക്കുമെന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ യു ഡി എഫിനും കോൺഗ്രസിനൊക്കെ ഉണ്ട്. അതാണ് പുറത്തൊരു പ്രചരണം. ഇപ്പോൾ കെ സി വേണുഗോപാലിനെ പോലെ മുതിർന്നൊരു നേതാവുണ്ട്, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുണ്ട്. നേതൃബാഹുല്യം ഒരു ഗുണം തന്നെയാണ്, പക്ഷേ അതൊരു പ്രശ്നമായി മാറുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതിന് ഉത്തരവുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് ശക്തരായ നേതാക്കൾ ഇന്നുണ്ട്. അപ്പോൾ ആ നേതാക്കളൊക്കെ തന്നെ ഒരുമിച്ച് പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കും. എല്ലാ കാലത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർട്ടി നിയമസഭാ കക്ഷി യോഗം ചേർന്ന് അതിനുശേഷമായിരിക്കും AICC അത്തരം കാര്യം ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കണം എന്ന സമീപനം എടുക്കാറുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതൊരു തർക്ക വിഷയമേ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യമാണ്. അത് പാർട്ടി തീരുമാനിക്കും. ഈ സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കുമോ ഇപ്പോൾ ഈ യോഗത്തിലും അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുമല്ലോ, പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ? എന്തായിരിക്കും പ്രധാനമായിട്ടും സർക്കാരിനെതിരായിട്ടുള്ള ആയുധമാക്കുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. പക്ഷേ അത് മാത്രമല്ല, ദേശീയ തലത്തിൽ BJPക്കെതിരെയുള്ള തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികൾ ഇന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധിയുടെ പേര് പോലും അതിൽ നിന്ന് മാറ്റുന്ന സമീപനം ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കാര്യവും, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇന്ന് സ്വർണ്ണക്കൊള്ള കൂടാതെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് ഗവൺമെൻറ് സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. ഇത് മുഴുവൻ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു സമര പ്രഖ്യാപനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഈ ലക്ഷ്യ 2026 ഉണ്ടാവും. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അക്കൗണ്ട് കൂടുതലായി സീറ്റുകൾ പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസിന് അതൊരു ഭീഷണിയാണ്. എന്താണ് BJPയുടെ വളർച്ചയെക്കുറിച്ച് ഇപ്പോൾ ഒരു വിലയിരുത്തൽ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാധ്യമങ്ങൾ കുറേ രീതിയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് ഉണ്ടായെന്ന് പറയുന്ന 40 സീറ്റിൽ നിന്ന് 49 സീറ്റിലേക്ക് വളർന്നു എന്നുള്ളതാണ്. അത് അവിടെ CPMനകത്ത് വന്നിട്ടുള്ള വളരെ നല്ല രീതിയിൽ അടിയൊഴുക്ക് BJPക്ക് അനുകൂലമായുണ്ടായി. അത് ബോധപൂർവമാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. ആ രീതിയിൽ വന്നൊരു നേട്ടത്തിനപ്പുറത്ത് കേരളത്തിൽ മുഴുവൻ കാസർഗോഡ്, തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ അക്കൗണ്ട് തുറക്കും എന്നുള്ള പ്രഖ്യാപനത്തിനപ്പുറത്ത് അക്കൗണ്ടൊന്നും തുറക്കാൻ BJPക്ക് കഴിയില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് വരെ അടിയൊഴുക്കുണ്ടായെന്ന് പറയുന്നു. നിയമസഭയിൽ അങ്ങനെ വല്ല അടിയൊഴുക്കുകളോ അന്തർധാരകളോ ഒക്കെ ഉണ്ടാവുമെന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട്. അല്ല, ഏത് അന്തർധാര ഉണ്ടായിക്കഴിഞ്ഞാലും CPMനെ രക്ഷപ്പെടുത്താൻ BJPക്ക് ആവില്ല. കാരണം CPMനകത്തുള്ളവർ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് UDFന് അനുകൂലമായി വോട്ട് ചെയ്തതാണ്. അപ്പോൾ അത്തരം അന്തർധാരകൾ താഴെത്തട്ടിലെ CPM പ്രവർത്തകർ ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവർ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും LDFനെ നയിക്കുക എന്നാണ് പറയുന്നത്. അത് UDF എങ്ങനെയാണ് കാണുന്നത്? ഒരു ഗുണകരമായിട്ടാണോ, അല്ലെങ്കിൽ അതിലൊരു വെല്ലുവിളിയുണ്ടോ? ഒരു വെല്ലുവിളിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഗവൺമെൻറ് എതിരായൊരു വികാരമുണ്ട്. ആ വികാരം ഏറ്റവും കൂടുതൽ ആരാ? അത് നേതൃത്വം നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയുള്ള വികാരമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ അത് UDFന് കുറേ എളുപ്പമാകും കാര്യങ്ങളെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. 2 ദിവസത്തിനകം ഏറെക്കുറെ UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി രൂപപ്പെടും. അതെ, തീർച്ചയായിട്ടും. സംഘടനാപരമായി നടത്തേണ്ട കാര്യങ്ങൾ, അതോടൊപ്പം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഓരോ നിയോജകമണ്ഡലങ്ങൾ നേരിടേണ്ടത് ഈ രീതിയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യും. ഇന്നലെ ലീഗ് അധിക സീറ്റിന് അവർക്ക് അർഹതയുണ്ട്, അത് UDF യോഗത്തിൽ ഉന്നയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അധിക സീറ്റ് എങ്ങനെയായിരിക്കും കോൺഗ്രസ് പരിഗണിക്കുക? UDFനകത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്, ആയിരക്കണക്കിന് സീറ്റുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ലാതെ പരിഹരിച്ചല്ലോ. ഇത് 140 സീറ്റേ ഉള്ളൂ. വളരെ നന്നായിട്ട് കോൺഗ്രസ് UDF അത് പരിഹരിക്കും. അതൊരു തർക്കമാവില്ല, തർക്ക വിഷയമേ ആവില്ല. ലീഗിൻ്റെ അവകാശവാദത്തെ എങ്ങനെ കാണുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ പാർട്ടിക്കും അതിനകത്ത് അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ UDF അത് ചർച്ച ചെയ്യും, കോൺഗ്രസ് നേതൃത്വം അത് ചർച്ച ചെയ്യും. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം, UDFിലെ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരേ ഒരു ലക്ഷ്യമാണുള്ളത്, 2026. അപ്പോൾ അത്തരം കാര്യങ്ങളോ തർക്കങ്ങളോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രയാസമുണ്ടാകില്ല. ശക്തമായി ഒറ്റക്കെട്ടായി ഒരുമിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടും.